മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലാണ് ഇരിക്കുന്നത്. എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത്? ഈ വിദ്യാർത്ഥികളെ, കുട്ടിക്കൊരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് മാന്തിക്കാതെ അവരോട് പിരിഞ്ഞു പോകാൻ പറയണം. അവരോട് സമാധാനത്തിൻ്റെ പാതയിൽ സംസാരിക്കാൻ പറയണം. ഈ തെമ്മാടിത്തങ്ങൾ വരച്ചു വെക്കുന്നതല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇത്ര ചെറിയ കാര്യങ്ങളാണോ ചോദിക്കുന്നത്? ഗവർണറെ കാല് കുത്തിക്കില്ല എന്ന് SFIയുടെ ഒരു ക്രിമിനൽ നേതാവ്, പിടികിട്ടാ പുള്ളിയാണ് ആ ചങ്ങാതി ഇപ്പോഴും, ആണല്ലോ, നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്താണല്ലോ. പിടികിട്ടാ പുള്ളിയായിട്ടുള്ള ഒരുത്തൻ വന്ന് ഗവർണറെ, ഈ സർവകലാശാലകളുടെ ചുമതലയുള്ള ഗവർണറെ കാല് കുത്തിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എവിടെയായിരുന്നു ബാക്കിയുള്ള ആൾക്കാരൊക്കെ? അതുകൊണ്ട് അത്തരം ഭീഷണിയൊക്കെ ബംഗാളിൽ ഇല്ലാതായി കഴിഞ്ഞു, ത്രിപുരയിൽ പോയി കഴിഞ്ഞു, വൈകാതെ കേരളത്തിലും പോവും. അതുകൊണ്ട് ആ ഭീഷണിയൊന്നും ഇവിടെ വേണ്ട. ഈ തരത്തിലുള്ള തെമ്മാടിത്തം നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുകയാണ് വേണ്ടത്. ഈ രാഷ്ട്രപതി ഭരണം എന്ന് പറഞ്ഞ് വരട്ടാനൊന്നും നോക്കണ്ട എന്നാണ് മുഖ്യമന്ത്രി ഇതിപ്പോൾ രാവിലെ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രപതി ഭരണം എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. രാഷ്ട്രപതി ഭരണം ഒന്നും ഇല്ലാതെ തന്നെ നിയമവാഴ്ച നടപ്പാക്കാൻ കഴിയുമെന്ന് ഗവർണർക്ക് അറിയാം. രാഷ്ട്രപതി ഭരണത്തിൻ്റെ ഒരു ആവശ്യവുമില്ല. നിയമവാഴ്ച ഉറപ്പുവരുത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന് ശരിയായി പഠിച്ചിട്ടുള്ള ആളാണ് കേരള ഗവർണർ. വെറുതെ വന്നിരിക്കുന്ന ആളല്ല, നോക്കുകുത്തി ഗവർണർ അല്ല. അതായത് നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച സംസ്ഥാനം ഭരിക്കുന്നവർക്ക് എങ്ങനെയും ഭരിക്കാൻ അവകാശമില്ല. നിയമവാഴ്ച ഉറപ്പുവരുത്തണം, നമ്മുടെ നാട്ടിലെ ഭരണഘടന സംരക്ഷിക്കണം. അതൊന്നും ചെയ്യാതെ ഞാൻ വലിയ യജമാനനാണ്, എന്നെ ആരും ഞാൻ ആരെയും പേടിക്കേണ്ടതില്ല എന്ന് വിചാരിച്ച് പറയുന്ന ആളല്ല. മുഖ്യമന്ത്രി ഒരു പ്രതിഷേധത്തെ പോലും അംഗീകരിക്കുന്നില്ല. ഗുണ്ടകളെ വിട്ട് സംരക്ഷണ സേന തീർത്തിരിക്കുകയാണ്. ഗവർണർ ആരെയും വിട്ടിട്ടില്ലല്ലോ, ഗവർണർ ഒരു സഹായം തേടിയിട്ടില്ലല്ലോ. ഗവർണർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് പോലീസേ വേണ്ടെന്നാണ്. മുഖ്യമന്ത്രി അങ്ങനെയാണോ? 2000 പോലീസുകാരെ, ബുള്ളറ്റ് പ്രൂഫ് കാറും, പിന്നെ ഒരു ബസ്സും, പിന്നെ ഒരു 500 DYFIക്കാരെയും വെച്ചിട്ടാണോ അയാൾ നടക്കുന്ന ഇരട്ടച്ചങ്കൻ? ഗവർണർ പറഞ്ഞിരിക്കുക എനിക്ക് ഒരു പോലീസും വേണ്ട, അദ്ദേഹം പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് പോലീസ്? ഈ പോലീസിന് എങ്ങനെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയും?